പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. വിശുദ്ധ ഖുർആൻ എന്ന അനുപമ വിജ്ഞാനത്തിന്റെ വാതിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രയാണം തുടരുകയാണ്. പീസ് റേഡിയോ അന്നൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് വബഅദ്. സ്നേഹ ബഹുമാനങ്ങളുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വ ഇലാഹുക്കും ഇലാഹു വാഹിദ് ലാ ഇലാഹ ഇല്ലാഹു റഹ്മാനുർ റഹീം എന്ന മഹൽ വചനത്തിൻ്റെ തുടക്കഭാഗമാണ് വിശദീകരിച്ച് വെക്കുകയുണ്ടായത്. വ ഇലാഹുക്കും ഇലാഹു വാഹിദ് എന്നതിൽ വാഹിദുൻ എന്ന വിശേഷണത്തിൻ്റെ അർത്ഥം പറഞ്ഞു വരികയായിരുന്നു നമ്മൾ. അത്തസ്ഹീൽ ഫി ഉലൂമി തൻസീൽ എന്ന ഇബ്നു ജുസൈ അൽ കൽബിയുടെ തഫ്സീറിൽ നിന്നുള്ള ഒരു ഭാഗം ഞാൻ കേൾപ്പിച്ചു. വാഹിദുൻ എന്നാൽ അനഹു ലാ സാനിയ ലഹു, രണ്ടാമതൊന്നില്ലാത്ത ഏകൻ എന്നും, അന്നഹു ലാ ശരീക ലഹു വല നദീർ, തുല്യനോ സമനോ ഇല്ലാത്ത ഏകൻ എന്നും അതിനർത്ഥം വന്നിട്ടുണ്ട്. അത് ഇബ്നു ജുസൈ മുഹമ്മദ് ഇബ്നു അഹ്മദ് അബുൽ ഖാസിം റഹ്മത്തുള്ളാഹി അലൈഹി ഉണർത്തി. മൂന്നാമതൊരർത്ഥം, അതാണ് നമുക്ക് ഇന്ന് തുടക്കത്തിൽ വിശദീകരിക്കേണ്ട ഭാഗവും. അന്നഹു വാഹിദുൻ ലാ യതബഅദു വല യൻഖസിം, അല്ലാഹു വാഹിദാകുന്നു, ലാ യതബഅദു വല യൻഖസിം, അവൻ ഭാഗിക്കപ്പെടുകയില്ല, അവൻ വിഭജിക്കപ്പെടുകയില്ല, അങ്ങനെയുള്ള ഏകൻ. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇവിടെ എന്താണ് നമുക്ക് സഗൗരവം മനസ്സിലാക്കുവാനുള്ളത്? ഇബ്നു ജുസൈ അബുൽ ഖാസിമുൽ കൽബി ഏറെ ശ്രേഷ്ഠ പണ്ഡിതനാണ്. ഹിജ്റയുടെ 741 മരണം വരിച്ച മഹാൻ. ശ്രദ്ധേയമായ രചനകൾ, വലിയ പാണ്ഡിത്യം ഒക്കെയുള്ള മഹാനാണ്. പക്ഷേ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് വ്യത്യസ്തമായി ചില അശ്അരി ചിന്തകൾ അദ്ദേഹത്തിൽ സ്വാധീനിച്ചു. അദ്ദേഹം അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. അതിനാൽ തന്നെ പ്രമാണങ്ങളിൽ നമ്മൾ വായിക്കാത്ത, പൂർവികരിൽ നമ്മൾ പരിചയിച്ചിട്ടില്ലാത്ത പല പ്രയോഗങ്ങളും ഇത്തരം പണ്ഡിതന്മാരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങളെ വ്യാഖ്യാനിച്ച് തങ്ങളുടെ വാദഗതികൾക്ക് ഒപ്പിക്കുന്ന അവസ്ഥയും ഇത്തരക്കാരിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ വാഹിദുൻ ലാ യതബഅദു വലാ യൻഖസിം എന്ന പ്രയോഗം. എന്താണ് ഇത്തരക്കാർ ഈ പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മൊത്തത്തിൽ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സത്താവിശേഷണങ്ങളെ നിഷേധിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന് അവൻ്റെ സത്തക്ക് ചില വിശേഷണങ്ങൾ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ തിരുമുഖത്തെക്കുറിച്ചുള്ള പരാമർശം വയബഖ വജ്ഹു റബ്ബിക്, അവിടെ അള്ളാഹു തനിക്ക് വജ്ഹ് എന്ന സിഫത്തിനെ സ്ഥാപിച്ചു. വജ്ഹ് ഭാഷയിൽ മുഖമാണ്. യദുല്ലാഹി ഫൗഖ ഐദീഹിം, അവരുടെ കൈകൾക്ക് മുകളിൽ അള്ളാഹുവിൻ്റെ കൈ, അവിടെ യദുല്ലാ എന്നുള്ള സിഫത്തിനെ അള്ളാഹു തനിക്ക് സ്ഥാപിച്ചു. ഇതേപോലെ തിരുമൊഴികളിലും അള്ളാഹുവിൻ്റെ ഖദം, പാദം എന്ന സിഫത്ത് വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഉസ്ബു, വിരൽ എന്ന സിഫത്ത് വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റിജിൽ, കാല് എന്ന സിഫത്ത് വന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലാക്ക് സത്താപരമായി പല വിശേഷണങ്ങളും അള്ളാഹു സ്ഥാപിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥാപിച്ചു. അതിനാണ് അസ്സിഫാത്തു ദാത്തിയ എന്ന് പറയുക. അശ്അരികൾ ഇതിനെയൊക്കെ വ്യാഖ്യാനിച്ച് ഈ സിഫത്തുകളെ നിരാകരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഇത്തരം പ്രയോഗങ്ങൾ അവർ നടത്തുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന് അള്ളാഹു പറഞ്ഞ സിഫത്തുകളെ സ്ഥാപിക്കുകയാണ് വേണ്ടത്. അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറയാത്തതും അറിയിക്കാത്തതും അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് വേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഭാഗിക്കപ്പെടുകയില്ല, വിഭജിക്കപ്പെടുകയില്ല എന്ന് അള്ളാഹുവോ തിരുദൂതരോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അത്തരം പ്രയോഗങ്ങൾ നടത്താവതല്ല. യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമു ബൈന യദൈല്ലാഹി വ റസൂലി, നമ്മൾ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും മുൻകടക്കാവതല്ല. എന്നാൽ അള്ളാഹുവും അള്ളാഹുവിൻ്റെ തിരുദൂതരും സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ചത് നമ്മൾ അള്ളാഹുവിൻ്റെ പരിപൂർണതക്ക് അനുയോജ്യമായ വിധം, മഹത്വത്തിന് ചേരും വിധം സ്ഥിരീകരിക്കുകയാണ് വേണ്ടത്. അശ്അരികൾ ഇത്തരം സിഫത്തുകൾ പറഞ്ഞാൽ
അപ്പം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർക്ക് അവയവങ്ങൾ പറഞ്ഞാൽ അത് മനുഷ്യരുടെ ഓരോ ഭാഗങ്ങളാണ്, മനുഷ്യരെ ഭാഗിക്കലാണ്. തലയാണ്, മനുഷ്യൻ ഉടലാണ്, മനുഷ്യൻ കൈകാലുകളാണ് എന്നിങ്ങനെ ഭാഗിക്കലാണല്ലോ. അപ്പോൾ ഇവർ വാഹിദുൻ ലാ യതബഅൽ, അള്ളാഹു വാഹിദാണ്, അവൻ ഭാഗിക്കപ്പെടുകയില്ല എന്ന് പറയുന്നത് എന്തിനാണ്? അള്ളാഹു തനിക്ക് പറഞ്ഞ സിഫത്തുകളെ നിരാകരിക്കാനാണ്. അവർ അതിനെ വ്യാഖ്യാനിച്ചതിനെ സാധൂകരിക്കാനാണ്. അത് ഒരിക്കലും സമ്മതിക്കപ്പെടാവതല്ല. ഇൽമുൽ കലാം, വചനശാസ്ത്രം, അതിനാൽ പരീക്ഷിക്കപ്പെട്ട ആളുകളാണ് ഇത്തരം പ്രയോഗങ്ങൾ നടത്തുക. വാഹിദുൻ ലാ യതബഅദ് വലാ യൻഖസിം, അള്ളാഹു ഏകമാണ്, അവൻ ഭാഗിക്കപ്പെടുകയോ വിഭജിക്കപ്പെടുകയോ ചെയ്യാവതല്ല എന്ന്. ഇത്തരം പ്രയോഗങ്ങൾ നമ്മൾ ഒരിക്കലും നടത്താവതല്ല. കാരണം ഇതൊന്നും വിശുദ്ധ വേദത്തിലും തിരു സുന്നത്തിലും വന്നതല്ല, സഹാബത്ത് താബീങ്ങൾ പ്രയോഗിച്ചതും അല്ല. ഇത്തരം പ്രയോഗങ്ങളുടെ പിന്നിലുള്ളത് അള്ളാഹുവിൻ്റെ സിഫത്തുകളെ, വിശേഷണങ്ങളെ, അള്ളാഹു തനിക്ക് പറഞ്ഞ വിശേഷണങ്ങളെ നിരാകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ടതായ ആദർശം ഇത്തരം നാമങ്ങളെ അല്ലെങ്കിൽ ഇത്തരം വിശേഷണങ്ങളെ പഠിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ഥിരീകരിച്ചതെന്തോ അത് നമ്മൾ സമ്മതിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരീകരിച്ചതെന്തോ അത് നമ്മൾ സമ്മതിക്കുക എന്നുള്ളതാണ്. അറബി ഭാഷ അറിയിക്കുന്നതനുസരിച്ച് ഇത്തരം വിഷയങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. വ ഇലാഹുക്കും ഇലാഹു വാഹിദ്, വാഹിദ് എന്നാൽ ഏകൻ, അൽ ഫർദു, അൽ അഹദു എന്നൊക്കെ അള്ളാഹുവിന് ഉള്ള പേരുകൾ അർത്ഥമാക്കുന്നത് പോലെ അൽ വാഹിദ്, അൽ ഫർദു ഒരേ അർത്ഥത്തിൽ. പക്ഷേ അൽ വാഹിദും അൽ അഹദും ആശയത്തിൽ ചില വ്യത്യാസങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. രണ്ടും അള്ളാഹുവിൻ്റെ നാമങ്ങളാണ്, അള്ളാഹുവിന് വിശേഷണമാണ്. പക്ഷേ അൽ വാഹിദ് എന്ന് പറയുന്നതും അൽ അഹദ് എന്ന് പറയുന്നതും നിരാകരണത്തിൻ്റെ സാഹചര്യത്തിൽ വ്യത്യസ്ത ആശയങ്ങളെ പ്രദാനം ചെയ്യുന്നു. ഉദാഹരണമായി ലൈസ ഫിദ്ദാരി അഹദുൻ എന്ന് പറയുന്നതും ലൈസ ഫിദ്ദാരി വാഹിദുൻ എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അർത്ഥത്തിൽ. എന്താ വ്യത്യാസം? ലൈസ ഫിദ്ദാരി വീട്ടിൽ ഇല്ല, അഹദുൻ ഒരാളും. എന്നാൽ ലൈസ ഫിദ്ദാരി വാഹിദുൻ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഒരാളില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ അഹദുൻ എന്നത് ആശയവൈപുല്യത്തെ അറിയിക്കുന്നു. അതേപോലെ സ്ഥിരീകരണത്തിൻ്റെ സന്ദർഭത്തിൽ അഗാധമായ അർത്ഥമാണ് അഹദിനുള്ളത്. ഇപ്പോൾ റജുലുൻ അഹദുൻ എന്നൊരു വ്യക്തിയെക്കുറിച്ച് പറയില്ല, സൗബുൻ അഹദുൻ എന്ന് ഒരു വസ്ത്രത്തെക്കുറിച്ച് പറയില്ല, കലമുൻ അഹദുൻ എന്ന് പറയില്ല. എന്നാൽ സൗബുൻ വാഹിദുൻ ഒരു വസ്ത്രം, റജുലുൻ വാഹിദുൻ ഒരു വ്യക്തി, കലമുൻ വാഹിദുൻ ഒരു പേന ഇങ്ങനെ പ്രയോഗിക്കും. എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു അഹദുൻ എന്ന് പറയും, അള്ളാഹു ഏകനാകുന്നു. അപ്പോൾ സ്ഥിരീകരിക്കുമ്പോൾ അഹദുൻ എന്നുള്ളത് അഗാധമായ അർത്ഥത്തെ പ്രദാനം ചെയ്യുന്നു. അത് അള്ളാഹുവിനെ കുറിച്ച് പ്രസ്താവിക്കാനും പറയാനും പ്രയോഗിക്കപ്പെടുന്നു. എന്നാൽ അള്ളാഹു അല്ലാത്തതിനെക്കുറിച്ച് പ്രസ്താവിച്ച് പറയുവാൻ അഹദുൻ എന്ന് പൊതുവെ പ്രയോഗിക്കുകയില്ല ഭാഷയിൽ. ഞാനിത് പറഞ്ഞത് വാഹിദുൻ, ഫർദുൻ, അഹദുൻ എന്നൊക്കെ സമാന ആശയത്തിലാണ്. പക്ഷേ ഇങ്ങനെ ചില വ്യത്യാസങ്ങൾ വാഹിദുൻ അഹദുൻ എന്നുള്ളത് തമ്മിലുണ്ട് എന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ്. ഇലാഹു വാഹിദുൻ എന്നിടത്ത് വാഹിദ് അള്ളാഹുവിൻ്റെ ഇലാഹിൻ്റെ വിശേഷണമായി വന്നു. വിശുദ്ധ ഖുർആനിൽ ഈ വിശേഷണം പലത് വന്നതിനെക്കുറിച്ച് നമ്മൾ മുമ്പത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ നാമമായി ഈ അൽ വാഹിദ് വിശുദ്ധ ഖുർആനിൽ പലയിടത്ത് വന്നിട്ടുണ്ട്. യാ സാഹിബൈ സിജ്നി അർബാബും മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. അവിടെ അൽ വാഹിദുൽ ഖഹാർ, അൽ വാഹിദ് എന്നത് അള്ളാഹുവിൻ്റെ അത്യുത്തമമായ നാമമാണ്, ഇസ്മാണ്. ഇതേപോലെ ഖുലില്ലാഹു ഖാലിഖു കുല്ലി ശൈഇൻ വഹുവൽ വാഹിദുൽ ഖഹാർ, ആദ്യത്തെ ആയത്ത് സൂറത്ത് യൂസുഫിൽ, ഇത് സൂറത്തു റഅദിൽ. ഇതേപോലെ വേറെയും സന്ദർഭങ്ങൾ സൂറത്ത് ഇബ്രാഹിമിൽ വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ എന്നാണ്. സൂറത്ത് സാദിൽ വമാ മിൻ ഇലാഹിൻ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹാർ എന്നാണ്. സൂറത്ത് സുമറിൽ സുബ്ഹാനഹു ഹുവല്ലാഹുൽ വാഹിദുൽ ഖഹാർ എന്നാണ്. ഇതേപോലെ വേറെയും ആയത്തുകൾ ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ എന്നാണ്. ഇവിടെ അൽ വാഹിദ് അള്ളാഹുവിൻ്റെ നാമങ്ങളാണ്. പക്ഷേ 6 സ്ഥലങ്ങൾ അൽ വാഹിദ് എന്ന അള്ളാഹുവിൻ്റെ നാമം വന്നപ്പോൾ ആ നാമത്തോട് ചേർന്ന് വന്ന നാമം നോക്കൂ നിങ്ങൾ. അൽ ഖഹാർ എന്നുള്ള അള്ളാഹുവിൻ്റെ ഉത്തമ നാമമാണ് അൽ വാഹിദുൽ ഖഹാർ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ വാഹിദ് അല്ലദീ ലാ സാനിയ ലഹു, മറ്റൊരു ഇലാഹില്ല,
അല്ലദീ ലാ നദീറ ലഹു വലാ ശബീഹ്, അള്ളാഹുവിന് തുല്യനോ സമമായവനോ ഇല്ല. അങ്ങനെയുള്ള ഏകനായ അള്ളാഹു, അവൻ ഏകനായിട്ടും അവൻ അൽ ഖഹാർ, എല്ലാത്തിനെയും അടക്കി വാഴുന്ന, എല്ലാത്തിനും മേൽക്കോയ്മ നേടി അതിനെ വാഴുന്ന ഏകനായ അള്ളാഹു എന്നുള്ളതാണ്. അൽ വാഹിദ് എന്നുള്ള നാമം അൽ ഖഹാറിനോട് ചേർന്ന് വന്നപ്പോൾ എത്ര ഗംഭീരമായ ആശയമാണ് പ്രദാനം ചെയ്യുന്നത്. വാഹിദുൻ എന്ന വിശേഷണവും അൽ വാഹിദ് എന്ന നാമവും, അതേപോലെ ഇന്ന ഇലാഹക്കും ല വാഹിദ് എന്നുള്ള പ്രസ്താവനയുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് ഈ ഒരു പദത്തിലൂടെ വന്നത് നമ്മൾ വിശുദ്ധ ഖുർആനിൽ വായിക്കുന്നു. മിഹ്ജൻ ഇബ്നുൽ അദ്റഅ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം നസായിയും അഹ്മദും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ പ്രവേശിച്ചു. അപ്പോൾ ഒരു വ്യക്തി നിസ്കരിച്ച അവസാനം തശഹുദ് നിർവഹിക്കുകയാണ്. ആ തശഹുദിൽ അദ്ദേഹത്തിൻ്റെ ദുആവചനം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക യാ അല്ലാഹ് ബിഅന്നകൽ വാഹിദുൽ അഹദുസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് അൻ തഗ്ഫിറ ലി ദുനൂബി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം എന്നാണ്. അദ്ദേഹം ഈ ദുആ ചെയ്തു. ഇതിനർത്ഥം, അള്ളാഹുവേ, ഞാനിതാ നിന്നോട് യാചിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്, എന്താണ് യാചിക്കുന്നത്? യാ അല്ലാഹ്, അള്ളാഹുവേ, ബി അന്നകൽ വാഹിദുൽ അഹദുസ് സമദ്, നീ തീർച്ചയായും അൽ വാഹിദാകുന്നു, അൽ അഹദാകുന്നു, അസ്സമദാകുന്നു, ഏകൻ, അതുല്യൻ, പരാശ്രയമുക്തൻ. അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, ആരുടെയും സന്തതിയായി ജനിച്ചിട്ടില്ലാത്ത, ആരെയും ജനിപ്പിച്ചിട്ടില്ലാത്ത, അവന് തുല്യമായി യാതൊരാളുമില്ലാത്ത അള്ളാഹുവേ, ഞാനിതാ നിന്നോട് യാചിക്കുന്നു. എന്ത്? അൻ തഗ്ഫിറ ലി ദുനൂബി, നീ എൻ്റെ പാപങ്ങൾ എനിക്ക് പൊറുക്കണമേ. ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, തീർച്ചയായും നീ ഏറെ പൊറുക്കുന്നവനും കരുണ കനിയുന്നവനുമാണല്ലോ. ആ വ്യക്തി തശഹുദിൽ ഈ ദുആ ചെയ്യുന്നത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചു, ഖദ് ഗുഫിറ ലഹു ഖദ് ഗുഫിറ ലഹു ഖദ് ഗുഫിറ ലഹ് സലാസ മറാത്ത്, അദ്ദേഹത്തിന് പൊറുക്കപ്പെട്ടു എന്ന് 3 തവണ ആവർത്തിച്ച് പ്രതികരിച്ചു എന്നാണ്. അൽ വാഹിദ് എന്ന നാമം വിശുദ്ധ ഖുർആനിൽ വന്നതുപോലെ തിരുഹദിയിലും വന്നതിൻ്റെ ഒരു ഉദാഹരണവും ഒരു ചരിത്രവുമാണ് ഇവിടെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായത്. വ ഇലാഹുക്കും ഇലാഹു വാഹിദ്, ഇതിൻ്റെ തുടർച്ചയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ലാ ഇലാഹ ഇല്ലാഹു എന്നാണ്. ഇലാ ഇലാഹ ഇല്ലാഹു എന്ന കലിമത്തു തൗഹീദ്, തൗഹീദിൻ്റെ വചനം, അത് തൊട്ടു മുമ്പ് പറഞ്ഞ പ്രസ്താവനയെ ബലപ്പെടുത്താനും അതിൻ്റെ ആശയത്തെ ശക്തിപ്പെടുത്താനുമാണ്. തൊട്ടു മുമ്പ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ വ ഇലാഹുക്കും ഇലാഹു വാഹിദ്. നമ്മൾ പറഞ്ഞു വ ഇലാഹുക്കും, അവിടെ ഉദ്ദേശം വ ഇലാഹുക്കുമുൽ ഹഖ്, നിങ്ങളുടെ യഥാർത്ഥ ഇലാഹ് അത് ഇലാഹു വാഹിദുൻ, വാഹിദായ ഇലാഹാകുന്നു. അപ്പോൾ ഏകനായ യഥാർത്ഥ ഇലാഹ് എന്ന ആശയത്തെ ഒന്നുകൂടി ബലപ്പെടുത്താനാണ് ലാ ഇലാഹ ഇല്ലാഹു എന്ന കലിമത്തു തൗഹീദിനെ ഇവിടെ അനുബന്ധമായി തുടർന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ കലിമത്തു തൗഹീദ് ഇവിടെ തൗക്കീദിനാണ്, അത് ഹസ്റിനെ പ്രദാനം ചെയ്യും വിധം പ്രയോഗിക്കപ്പെട്ടുമാണ്. എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലാഹു എന്നാണ്. ലാ എന്നുള്ള നഫി, നിരാകരണവും, ഇല്ല എന്ന ഇസ്തിസ്നയും വന്നാൽ യഥാർത്ഥ ആരാധ്യൻ അള്ളാഹു മാത്രം, യഥാർത്ഥ ആരാധന അള്ളാഹുവിൽ ഹസ്ർ, പരിമിതപ്പെടണം എന്നതാണ് അതിൻ്റെ തേട്ടം. അപ്പോൾ തൗക്കീദിനും ഹസ്റിനും ഇവിടെ ലാ ഇലാഹ ഇല്ലാഹു എന്ന് പ്രയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വ ഇലാഹുക്കും ഇലാഹു വാഹിദ് എന്നതിനെ ബലപ്പെടുത്താൻ തൗഹീദിൻ്റെ കലിമയെ ഇവിടെ പ്രയോഗിച്ചു. ഈ ഒരാശയം എത്ര മഹനീയം, എത്ര മഹത്തരം, എത്രമേൽ പ്രധാനം എന്നതിനാലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ആശയത്തെ പറഞ്ഞ് പിന്നെ കലിമത്തു തൗഹീദ് കൊണ്ട് അതിനെ ബലപ്പെടുത്തിയത്. ലാ ഇലാഹ ഇല്ലാഹു എന്ന കലിമ, അതാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖ എന്ന് പറഞ്ഞില്ലേ. അൽ ഉർവത്തുൽ വുസ്ഖ എന്ന് പറഞ്ഞാൽ ബലപ്പെട്ട പാശം,
അത് ലാ ഇലാഹ ഇല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലയാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ഒരു സുപ്രധാന ഉടമ്പടിയുണ്ട്. അള്ളാഹു ഷഫാഅത്ത് നിർവഹിക്കാൻ അവസരം നൽകുന്ന, അള്ളാഹുവിനോട് അഹദ് സ്വീകരിച്ച ആളുകൾ, അള്ളാഹു പറഞ്ഞ അഹദ്, കരാർ, ഇല്ലാ മൻ ഇത്തഖദ ഇൻദർ റഹ്മാനി അഹദ എന്ന് പറഞ്ഞേ, ആ കരാർ ലാ ഇലാഹ ഇല്ലല്ലയാണ്. വഅൽസമഹും കലിമത്ത തഖ്വ, തഖ്വയുടെ കലിമ എന്ന് അള്ളാഹു പറഞ്ഞ വിശേഷിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ്. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്ത്, അൽ ഖൗലു സാബിത്ത് കൊണ്ട്, ഉറച്ച വാക്കുകൊണ്ട് വിശ്വാസികളെ ഉറപ്പിച്ചു നിർത്തുമെന്ന് അള്ളാഹു പറഞ്ഞ അൽ ഖൗലു സാബിത്ത്, അതാണ് ലാ ഇലാഹ ഇല്ലാഹു. കലിമതൻ തയ്യിബതൻ കശജറത്തിൻ തയ്യിബ എന്ന് പറഞ്ഞ വിശുദ്ധ വചനം, കലിമത്തുൻ തയ്യിബ, അതാണ് ലാ ഇലാഹ ഇല്ലാഹു. അഫ്ദലുൽ ഹസനാത്ത്, ഏറ്റവും ശ്രേഷ്ഠമായ നന്മ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച ലാ ഇലാഹ ഇല്ലാഹു. ആ ലാ ഇലാഹ ഇല്ലാഹു എന്ന മഹൽ വചനത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല തൗഹീദിന് വേണ്ടി, ബലപ്പെടുത്താൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നു. അതുകൊണ്ട് ബലപ്പെടുത്തുന്നത് ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയം അറിയിക്കുന്ന വ ഇലാഹുക്കും ഇലാഹു വാഹിദ് എന്ന വചനത്തെ ബലപ്പെടുത്താനാണ്. ഇവിടെ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വം മനസ്സിലാക്കുന്നു, അതിൻ്റെ ആശയത്തിൻ്റെ, അതിൻ്റെ പൊരുളിൻ്റെ മഹത്വവും മനസ്സിലാക്കുന്നു. തൗഹീദിന് വേണ്ടി അള്ളാഹു കൊണ്ടുവന്ന ലാ ഇലാഹ ഇല്ലാഹു അതെന്താണ് അർത്ഥമാക്കുന്നത്? നമ്മൾ പറഞ്ഞു, വ ഇലാഹുക്കും ഇലാഹു വാഹിദ് എന്ന വചനത്തിൻ്റെ ആശയമാണ് നിങ്ങളുടെ യഥാർത്ഥ ഇലാഹ് ഏക ഇലാഹ്. അതാണ് ലാ ഇലാഹ ഇല്ലാഹു അർത്ഥമാക്കുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞു, ലാ ഇലാഹ, യാതൊരു ആരാധ്യനുമില്ല, ഇല്ലാഹു, അവൻ അല്ലാതെ. ഇവിടെ യാതൊരു ആരാധ്യനുമില്ല എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ വ്യാകരണപ്രകാരം ലാ അന്നാഫിയ ലിൽ ജിൻസ്, വർഗത്തെ തന്നെ നിരാകരിക്കുവാൻ പ്രയോഗിക്കുന്ന അവ്യയമാണ്. എന്ന് പറഞ്ഞാൽ ലാ അഹദ ഫിദ്ദാരി എന്ന് പറഞ്ഞാൽ വീട്ടിൽ ആരും ഇല്ല എന്നാണ്. ആരും ഇല്ല, അതാണ്, ഒരാളുമില്ല. അതാണ് ഈ ലാ അന്നാഫിയ ലിൽ ജിൻസിൻ്റെ പ്രയോഗം. അത് പ്രയോഗിച്ചാൽ കേവലം നിരാകരണമല്ല, പിന്നെയോ വർഗത്തെ തന്നെ, ആരും തന്നെ ഇല്ല എന്നുള്ളതിനെ നിരാകരിക്കാനാണ് അത് പ്രയോഗിക്കുക. അതാണ് അവിടെ ഉദ്ദേശം. അപ്പം ലാ ഇലാഹ, ഒരു ആരാധ്യനും ഇല്ല എന്നാണ്. അവിടെ ആ ലാ ഇസ്മിനെയും ഖബറിനെയും തേടുന്നുണ്ട്. അതിൻ്റെ ഖബർ എവിടെയാണ്? ഖബർ അവിടെ വ്യക്തമല്ല, വ്യംഗ്യമാണ്. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ലാ ഇലാഹ ഹഖുൻ, യഥാർത്ഥമായ യാതൊരു ഇലാഹുമില്ല, ഇല്ലാഹു, അവൻ അള്ളാഹു അല്ലാതെ. അറബി ഭാഷയിൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ മനസ്സിലാക്കി മഅ്ലൂഹ്, ആരാധിക്കപ്പെടുന്നവൻ എന്ന അർത്ഥത്തിലാണ്. ഇപ്പം കിതാബുൻ എന്ന് പറഞ്ഞാൽ മക്തൂബ്, എഴുതപ്പെട്ടത്. ഫിറാഷ് എന്ന് പറഞ്ഞാൽ മഫ്രൂഷ്, വിരിക്കപ്പെട്ടത്. ഖിറാസ് എന്ന് പറഞ്ഞാൽ മഗ്റൂസ്, കൃഷി ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ നട്ടുപിടിക്കപ്പെട്ടത് എന്ന അർത്ഥത്തിൽ. അപ്പോൾ ഖിറാസ്, കിതാബ്, ഫിറാഷ് എന്നൊക്കെ പോലെ അതേ വസിനുള്ള പ്രയോഗമാണ് ഇലാഹ്. ഇലാഹ് എന്നാൽ മഅ്ലൂഹ്, ആരാധിക്കപ്പെടുന്നവൻ എന്നാണ് അർത്ഥം. ലാ ഇലാഹ ഹഖുൻ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ ഇല്ലാഹു. ഈ ലാ ഇലാഹ ഇല്ലാഹു എന്നതിൽ ലാ ഇലാഹ എന്ന നിരാകരണം അതിൻ്റെ ഒരു ഭാഗമാണ്, ഘടകമാണ്. യാതൊരു ആരാധ്യനും ഇല്ല. ഇല്ലാഹു എന്നത് അതിൻ്റെ മറ്റൊരു റുക്കിനാണ്, ഭാഗമാണ്. അവൻ അല്ലാതെ, അത് സ്ഥിരീകരണമാണ്. അപ്പോൾ ഒരു നിരാകരണവും ലാ ഇലാഹ എന്ന ഒരു സ്ഥിരീകരണവും ഇല്ലല്ലാ അല്ലെങ്കിൽ ഇല്ലാഹു എന്ന ഇത് രണ്ടും ചേർന്നതാണ് ഈ ഒരു സാക്ഷ്യവചനം. അപ്പോൾ ലാ ഇലാഹ ഇല്ലാഹു എന്നത് അള്ളാഹു ഒഴികെ ഉള്ളതിലൊന്നും ഉലൂഹിയത്ത്, ആരാധന ഇല്ല എന്നത് സ്ഥിരീകരിക്കുന്നു. അള്ളാഹു ഒഴികെയുള്ളതിലെല്ലാം ആരാധ്യത നിരാകരിക്കുന്നു ലാ ഇലാഹ എന്ന ഭാഗം. ഇല്ലല്ലാഹ് അല്ലെങ്കിൽ ഇല്ലാഹു എന്നതിൽ ആരാധന സ്ഥിരീകരിക്കുകയും സ്ഥിരപ്പെടുത്തുകയും അള്ളാഹു പറഞ്ഞില്ലേ, ذَلِكَ بِأَنَّ اللَّهَ هُوَ الْحَقُّ وَأَنَّ مَا يَدْعُونَ مِن دُونِهِ هُوَ الْبَاطِلُ. അള്ളാഹു സുബ്ഹാനഹു വതആല അവനാകുന്നു യാഥാർത്ഥ്യം. അവർ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന അള്ളാഹുവെ കൂടാതെയുള്ളവർ അതെല്ലാം അതാകുന്നു ബാത്തിൽ, നിരർത്ഥകം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ കലിമത്തു തൗഹീദ് എത്ര അർത്ഥസമ്പുഷ്ടമാണ്, ആശയവൈപുല്യമുള്ളതാണ്. അതിൻ്റെ തേട്ടങ്ങളും വിധികളും എത്രമേൽ മഹനീയമാണ്. അത് ചില പദപ്രയോഗങ്ങൾ മാത്രമാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല
വ ഇലാഹുക്കും ഇലാഹു വാഹിദ് എന്ന് അള്ളാഹു മാത്രമാകുന്നു യഥാർത്ഥ ആരാധ്യൻ എന്ന യാഥാർത്ഥ്യത്തെ അറിയിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് ലാ ഇലാഹ ഇല്ലാഹു, യഥാർത്ഥ ആരാധ്യൻ അവൻ മാത്രം എന്ന ഈ കെലിമയെ കൊണ്ട് അപ്പറഞ്ഞതിനെ ബലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തു. അള്ളാഹു മാത്രം ആരാധിക്കപ്പെടണമെന്നുള്ള യാഥാർത്ഥ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര ശക്തമായി വ്യക്തമായി ഇവിടെ ഉണർത്തുന്നു. ഈ ഒരു യാഥാർത്ഥ്യം ഒരിക്കലും തമസ്കരിക്കപ്പെടാവതല്ല, പൂഴ്ത്തിവെക്കപ്പെടാവതല്ല, മറച്ചു പിടിക്കാനോ മാറ്റിപ്പിടിക്കാനോ പാടുള്ളതല്ല. എന്നിട്ടും ഒരു വിഭാഗം ഇതിനെ മറച്ചു പിടിച്ചു, മാറ്റിപ്പിടിച്ചു, പൂഴ്ത്തിവെച്ചു എന്നുള്ളതാണ്. തൊട്ടുമുമ്പുള്ള വചനങ്ങളോട് ചേർന്ന് ഈ വചനത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയപ്പോൾ ആ ചേർത്തു പറച്ചിലിലെ പൊരുളായിട്ട് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുള്ളത്. നമ്മളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കാര്യം ഉണർത്തിയതിലൂടെ പഠിക്കേണ്ടതും ഗൗരവത്തിൽ കാണേണ്ടതും ഈ മഹൽ വചനം അത് ഉച്ചൈസ്തരം പ്രഖ്യാപിക്കേണ്ടുന്നതിൻ്റെ, ആളുകളെ അത് ഉണർത്തേണ്ടുന്നതിൻ്റെ, ഉത്ബോധിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ്. ലാ ഇലാഹ ഇല്ലാഹു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സാക്ഷ്യവചനത്തെ ബലപ്പെടുത്താൻ കൊണ്ടുവന്നു. ഈ സാക്ഷ്യവചനം അത് ഏറെ വിശദീകരിക്കപ്പെട്ട വചനമാണ്. അതിൻ്റെ ആശയങ്ങൾ, അതിൻ്റെ റുക്നുകൾ, അതിൻ്റെ തേട്ടങ്ങൾ, അതിൻ്റെ വിധികൾ, അതിൻ്റെ ഭാഷ, അതിലെ വ്യാകരണം, അതിനുള്ള ഷർത്തുകൾ, ഇതൊക്കെ ഇവിടെ പ്രാധാന്യത്തിൽ നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ്. പണ്ഡിതന്മാർ അതൊക്കെ ഉണർത്തിയിട്ടുണ്ട്. ചിലർ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദിൻ്റെ പദങ്ങളുടെ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. ആ സാക്ഷ്യവചനത്തിൽ എല്ലാ അക്ഷരങ്ങളും ജൗഫിയത്താണ്. ജൗഫിയത്ത് എന്ന് പറഞ്ഞാൽ അതിൽ അധരങ്ങളിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളൊന്നുമില്ല, ഒക്കെ നമ്മുടെ വായക്ക് അകത്ത് നിന്ന്, അതേപോലെ തൊണ്ടയുടെ അടിഭാഗത്തു നിന്നൊക്കെ വരുന്ന അക്ഷരങ്ങളാണ്. അപ്പോൾ അതിൽ അക്ഷരങ്ങൾ വരെ ഇങ്ങനെ ജൗഫിയത്ത് അകത്ത് നിന്ന് വരേണ്ട അക്ഷരങ്ങളാണ് എങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലയും നമ്മുടെ ഉള്ളിൽ തട്ടി അകത്ത് നിന്ന് വരേണ്ട, ആത്മാർത്ഥമായി ഉള്ളിൽ തട്ടി വരേണ്ട വചനമാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതേപോലെ അറബി അക്ഷരങ്ങളിൽ നുക്തകളുള്ള, കുത്തുകളുള്ള അക്ഷരങ്ങളുണ്ട്, ഇല്ലാത്ത അക്ഷരങ്ങളുമുണ്ട്. ഇപ്പം ബ, ത, സ, ജീം, ഹ പോലുള്ള അക്ഷരങ്ങൾക്കൊക്കെ കുത്തുകളുണ്ട്. എന്നാൽ ആ, ഹ, ദ, റ, സീൻ ഇങ്ങനെയുള്ള അക്ഷരങ്ങൾക്കൊന്നും കുത്തുകളില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന സാക്ഷ്യവചനത്തിൽ ഒരൊറ്റ അക്ഷരങ്ങൾക്കും ഇതുപോലെ നുക്തകൾ, കുത്തുകളില്ലാത്ത അവസ്ഥയാണ്. കുത്തുകളുള്ള അക്ഷരങ്ങളില്ല. അപ്പോൾ പണ്ഡിതന്മാരിൽ ചിലർ പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ മൊഴിയുമ്പോൾ, അത് പറയുമ്പോൾ കലർപ്പില്ലാതെ, കളങ്കമില്ലാതെ, പാപത്തിൻ്റെ കുത്തുകൾ വീഴാതെ നമ്മളത് ചൊല്ലണം, പ്രഖ്യാപിക്കണം എന്നുള്ളതാണ്. ഇൽമുൻ യഖീനുൻ വ ഇഖ്ലാസുൻ വ സിദ്ഖു കമ മഹബ്ബത്തിൻ വൻഖിയാദിൻ വൽ ഖബൂലി ലഹ. അറിവ്, ദൃഢബോധം, നിഷ്കളങ്കത, സത്യസന്ധത, സ്നേഹം, കീഴ്പ്പെടൽ, സ്വീകാര്യത, ഇതൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുമ്പോൾ ഷർത്തുകളാണ്, നിബന്ധനകളാണ്. അതൊക്കെ പാലിച്ചു പുലർത്തിയായിരിക്കണം നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗം തുറക്കാനുള്ള താക്കോലാണ്. അലൈസ ലാ ഇലാഹ ഇല്ലല്ലാഹ് മിഫ്താഹുൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗം തുറക്കാനുള്ള താക്കോലല്ലേ എന്ന് ചോദിച്ചപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞത്, എല്ലാ താക്കോലുകൾക്കും പല്ലുകളുണ്ട്. ലികുല്ലി മിഫ്താഹിൻ അസ്നാൻ. അതുകൊണ്ട് പല്ലൊത്ത താക്കോലുമായി വന്നാൽ നിനക്ക് തുറക്കപ്പെടുമെന്നാണ്. സ്വർഗം തുറക്കാനുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന താക്കോലിനും അതിൻ്റെ പല്ലുകൾ ഒക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പറയപ്പെട്ട ഷർത്തുകൾ, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന താക്കോലിൻ്റെ പല്ലുകൾ. അത് കൃത്യമാണ് എങ്കിൽ അതുകൊണ്ട് സ്വർഗ കവാടം തുറക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഹാദാ വഫത്ഹുൽ ബാബി ലൈസ ബിമുംകിനിൻ ഇല്ലാ ബിമിഫ്താഹിൻ ലഹ അസ്നാനു എന്നാണ് കവി പറഞ്ഞത്. പല്ലുകളൊത്ത താക്കോലുകൊണ്ടേ സ്വർഗ കവാടം തുറക്കുക എന്നത് സാധ്യമാകൂ. ഇദാ ജിഇത ബിമിഫ്താഹിൻ ലഹ അസ്നാനു ഫുതിഹ ലക്. പല്ലുകളുള്ള താക്കോലുകൊണ്ട് നീ വന്നാൽ നിനക്ക് തുറക്കപ്പെടും എന്ന് പറഞ്ഞില്ലേ. സഹോദരന്മാരെ, സഹോദരികളെ, ലാ ഇലാഹ ഇല്ലാഹു എന്ന കലിമത്തു തൗഹീദ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ വചനത്തിൽ പരാമർശിച്ചു. പലയിടത്തും ഈ ഒരു വിശുദ്ധ വചനം വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ആശയം എത്ര മഹനീയം
എന്നതാണ് ഈ പദപ്രയോഗങ്ങളുടെ വ്യത്യസ്തത ഉള്ളതോടൊപ്പം ആശയം 2 തവണ ആവർത്തിക്കപ്പെട്ടതിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ലാ ഇലാഹ ഇല്ലാഹു എന്ന് കഴിഞ്ഞ് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല അർ റഹ്മാനുർ റഹീം എന്നുണർത്തിയാണ് ഈ വചനം അവസാനിപ്പിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു സുപ്രധാനമായ വിഷയം മനസ്സിലാക്കാനുണ്ട്. അതെന്താണ്? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ അമ്മായിയുടെ പുത്രി അസ്മ ബിൻത് യസീദ് റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ ഒരു വിഷയമാണ്. ഇസ്മുല്ലാഹിൽ ആളമുമായി ബന്ധപ്പെട്ട്, അള്ളാഹുവിൻ്റെ അതിമഹനീയമായ ഒരു നാമം, അതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാമത്തിൻ്റെ വിഷയത്തിൽ നമ്മുടെ ഈ ആയത്ത് ഓതുകയുണ്ടായി. ആ ആയത്ത് ഓതിയപ്പോൾ ഈ ആയത്തിൽ ഇവിടം ഇസ്മുല്ലാഹിൽ ആളം എന്ന ആ മഹനീയ നാമം നമ്മൾ അന്വേഷിക്കുവാനാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഓതുകയുണ്ടായത്. എന്താണ് ഇസ്മുല്ലാഹിൽ ആളം എന്നതിൻ്റെ ഉദ്ദേശം? എന്തിനാണ് നമ്മളത് അന്വേഷിക്കുന്നത്? ഇതുപോലത്തെ വചനങ്ങൾ അതിനെ തേടുന്നത്? അതൊരു സുപ്രധാന വിഷയമാണ്. ചില ചരിത്രങ്ങളും തിരുമൊഴികളും അതിൽ നമുക്ക് പഠിക്കുവാനുണ്ട്. ഇൻഷാ അല്ലാഹ് 164 വചനം അതിനെ തുടർന്നും നമുക്ക് പഠിക്കാം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Peace Radio. Tune to reality.